വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്ന ഒരു സമയത്ത് പ്രസവിക്കപ്പെട്ട് ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ചില വീടുകളിലൊക്കെ കാണാറുണ്ട് ആ കുഞ്ഞിന് മുലപ്പാലല്ലാത്ത മറ്റ് പല വസ്തുക്കളും കൊടുത്തുകൊണ്ട് ചില ഉമ്മമാരെങ്കിലും പറയാറുണ്ട്, എൻ്റെ മകൻ അതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്, എൻ്റെ മകൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് കഴിച്ചിട്ടുണ്ട്, ഇത് കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായി മുലപ്പാലുള്ള ഒരു സ്ത്രീയാണെങ്കിൽ, ഒരു മാതാവാണെങ്കിൽ സ്വന്തം കുഞ്ഞിന് 6 മാസം വരെ മറ്റൊരു തരത്തിലുള്ള ആഹാരങ്ങളും കൊടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യരംഗത്തുള്ള ആളുകൾ പറയുന്നത്. കാരണം ജനിച്ചു വീണ് 6 മാസം കഴിയുന്നതിന് മുമ്പ് ഈ ചെറിയ കുഞ്ഞിൻ്റെ ആമാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻസൈമുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള പല വസ്തുക്കളും ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ മറ്റുള്ള പല വസ്തുക്കളും ഈ 6 മാസത്തിന് മുമ്പ് കൊടുത്ത് അത് ദഹിപ്പിക്കാതെ ആ ശരീരത്തിനകത്ത് കിടക്കുകയും അത് മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ മുലപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റ് ഫീഡിങ് കൃത്യമായി നടക്കുന്നതിനാവശ്യമായ പാലുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം വരെ ഒരു തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇനി പാലൊട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ നൈസായിട്ടുള്ള പ്രകൃതിയിൽ നിന്നെടുക്കുന്ന കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, കെമിക്കൽ ആഡ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല ഭക്ഷണങ്ങൾ കുട്ടിക്ക് കൊടുക്കുവാൻ വേണ്ടിയും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, എപ്പോഴും ഇരുന്നു കൊണ്ട് പാൽ കൊടുക്കുന്നതാണ് നല്ലത്. ഒരേ സമയം 2 ബ്രസ്റ്റിൽ നിന്നും പാൽ കൊടുക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് ഒരേ സമയത്ത് തന്നെ 2 ബ്രസ്റ്റിലുമുള്ള ശുദ്ധമായ പാൽ ആ കുട്ടിക്ക് കിട്ടുവാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില പുതിയ ആദ്യത്തെ പ്രസവമൊക്കെ കഴിഞ്ഞ ചില മാതാപിതാക്കൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ, കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അരയുടെ ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിൻ്റെ നേരെ പുറകിലും പിടിച്ചുകൊണ്ടായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഈ അടുത്തൊരു സുഹൃത്തായ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന, കൺസൾട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഒരു കുഞ്ഞിൻ്റെ പെരടിക്ക് പിടിക്കാത്തത് കൊണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ പെരടിക്ക് ചെറിയ ഒരു ഉലച്ചിൽ തട്ടിയതിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് 2 ബ്രസ്റ്റിൽ നിന്നും പാൽ കൊടുക്കുകയും അരയുടെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും, കാരണം 3 മാസം ആകുന്നത് വരെയും ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഉരച്ചിട്ടില്ല. ഉറക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കഴുത്ത് നമ്മളൊരിക്കലും അത് വളരെ അനായാസം അങ്ങ് ഇടാൻ വേണ്ടി ഒരിക്കലും കഴിയുന്നതല്ല. അതിനുള്ള ആരോഗ്യം ആ കുട്ടിക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ 2 ഭാഗത്തും പിടിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സാവധാനം പാൽ കൊടുക്കുക. കിടന്നുകൊണ്ട് പാൽ കൊടുക്കുന്ന പല സ്ത്രീകളുണ്ട്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. രാത്രി കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിക്ക് പാൽ കൊടുത്ത് ഒരുപക്ഷെ കൂട്ടത്തിൽ മാതാവ് കൂടെ ഉറങ്ങുന്ന പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇത് കുട്ടിയുടെ ആരോഗ്യത്തിന്, ഒരുപക്ഷെ മാതാവിൻ്റെ ആരോഗ്യത്തിനൊക്കെ ദോഷം ചെയ്യുമെന്നാണ്. ആ കുട്ടി ഒരുപക്ഷെ ആ കുട്ടിയുടെ ശ്വാസനാളവും അന്നനാളവും നമുക്കറിയാം, വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. ഒരുപക്ഷെ പാല് റൂട്ട് മാറി കയറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ചില കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അന്നനാളവും ശ്വാസനാളവും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം മാത്രം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ പാല് മാറി കയറി കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ മരണത്തിലേക്ക് വരെ ഒരുപക്ഷെ കാരണമായിരിക്കാം. അതുപോലെ തന്നെ കിടന്നുകൊണ്ട് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മാതാവ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടി ആ ഒരു ബ്രസ്റ്റിൽ നിന്നുള്ള പാല് മുഴുവനായും വലിച്ചെടുത്ത് പിന്നീട് ആ പാലിന് ശേഷം വരുന്ന ഒരു നീരുണ്ട്, ആ നീരും ഒരുപാട് തവണ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മാതാവ് ശരീരം ഉണങ്ങി വളരെയധികം സ്കെൽറ്റായി പോകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യത്തോടു കൂടെ തന്നെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 6 മാസമൊക്കെ കഴിഞ്ഞ് ഈ കുട്ടിക്ക് മറ്റു പല വസ്തുക്കളും കൊടുക്കുന്ന കാലമായി കഴിഞ്ഞാൽ പിന്നെ രാത്രിയും രാവിലെയും പാൽ കൊടുക്കുകയും പകൽ സമയങ്ങളിൽ മറ്റുള്ള വസ്തുക്കൾ കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും മാതാപിതാക്കൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അങ്ങനെ നല്ല ആരോഗ്യമുള്ള മക്കൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.